പൊന്നാര മച്ചന്മാരെ, ഇതൊരു പുതിയൊരു വീട് തന്നെ. ഇനി ഈ വീടിനെ ഒന്നും പാടെ നമ്മൾ എന്താണ് വലുതാക്കിയാണ് ചെയ്തത്. ഈ ഒരു കുറഞ്ഞ ഏരിയ നമ്മൾ കൂട്ടിയെടുത്തതാണ്. അപ്പോൾ ഈ ഒരു മോഡലിലാണ് ഈ ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ മുകളിൽ ഒരു റൂം നമ്മൾ വാർക്കാണ്ട്, ആ റൂം വാർക്കാനുള്ള പരിപാടിയാണിന്ന്. അതിന് നമ്മൾ ഇന്ന് 4 ആൾ ഇങ്ങോട്ട് പോകുന്നതിന് ഇത് സിറ്റൗട്ട് ഇവിടെ പൊളിക്കാനുണ്ടായി. സിറ്റൗട്ടൊക്കെ പൊളിച്ച് പലക അടിച്ച് കമ്പി കെട്ടി സാധനം മുകളിൽ കയറ്റി വേണം കോൺക്രീറ്റ് ചെയ്യാൻ. അതാണ് നമ്മൾ ഇന്നത്തെ പണി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബിസ്മിൻ ചൊല്ലി നമ്മളെ പരിപാടിയൊക്കെ തുടങ്ങി. രാവിലെ തന്നെ ഇങ്ങോട്ട് ഇവിടെ ഈ സൺസൈഡ് പൊളിക്കാണ്. ഈ സൺസൈഡും കാര്യങ്ങളൊക്കെ പൊളിച്ച് അതിന് ശേഷം ഈ സാധനങ്ങളൊക്കെ ഷീറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഓയിലൊക്കെ അടിച്ച് ചൊരണ്ടി വൃത്തിയാക്കി ഓയിലടിക്കണം. ഇത് വാടക സാധനമാണെങ്കിൽ പ്രശ്നമില്ല. നമ്മളെ മുതലാകുമ്പോൾ എന്താ അറിയോ, നമ്മൾ സൈറ്റിൽ തന്നെ ഓയിലടിക്കുന്നതിനോട് വലിയ പ്രയാസമാണ്. മറ്റേത് വാടക ആകുമ്പോൾ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാനുള്ള ചെയ്യൽ പൊതുവേ. ഇതിപ്പോൾ അവനാൻ്റെ മുതലാകുമ്പോൾ അത് ചെയ്യാൻ പറ്റില്ല. എല്ലാ ദിവസം വൃത്തി തന്നെ കൊണ്ടുവന്ന് നമ്മൾ 4 ദിവസം നമ്മൾ കിട്ടണമല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ സ്ഥിതിഗതികൾ. അപ്പോൾ രാവിലെ തന്നെ വന്ന് സൺസൈഡും കാര്യങ്ങളൊക്കെ പൊളിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് സ്പാൻ കയറ്റിങ്ങാട്ട് നമ്മൾ പരിപാടി തുടങ്ങണം. അതാണ് നമ്മളടുത്ത പരിപാടി. ഇമ്മാതിരി ചെറിയ പണിയൊക്കെ ആകുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരു ദിവസം തന്നെ പോയി അത് സൺറിങ്ങിൻ്റെ പണിയെടുത്ത് പലകടിച്ച് കമ്പിയൊക്കെ കെട്ടി കോൺക്രീറ്റ് ചെയ്താൽ എന്താവുള്ളൂ, അത് നമുക്ക് മുതലാവുള്ളൂ. അപ്പോൾ ചെറിയൊരു പണിയാണെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, കണ്ടമാൻ ആളെ കൂട്ടുന്നൊരു കാര്യമില്ല. കണ്ടമാൻ ആളെ കൊണ്ട് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഈ പണിയെടുക്കാൻ നമുക്ക് കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഓരോ 1-2 പണിക്കാരെ നമുക്ക് കുറഞ്ഞിട്ടുണ്ട്, ആ കൂലി നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ദിവസം നമ്മൾ പണിയൊക്കെ തീർത്ത് കഴിയാൻ തരാം, നമ്മൾ അടുത്ത സൈറ്റിൽ പോകാൻ നമുക്ക് പോയും ചെയ്യാം. ഇതൊന്നും അതിനകത്രം വലിയൊരു പണിയൊന്നുമല്ലല്ലോ. പിന്നെ ഇതിവിടെ സൺറിങ്ങിൻ്റെ പണിയല്ല ഇവിടെ റിസ്ക്. ഇവിടെ വലിയ റിസ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, താഴത്ത് സാധനം മുകളിലോട്ട് കയറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയ റിസ്ക്. ബാക്കിയുള്ളൊന്നും റിസ്ക്കല്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളത് പരിപാടിയും കാര്യങ്ങളൊക്കെ. നമ്മൾ സ്പാനും കാര്യങ്ങളൊക്കെ മുകളിലോട്ട് കയറ്റി, സ്പാനും സാധനം കംപ്ലീറ്റ് മുകളിൽ കയറ്റി ഷീറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് ഷീറ്റൊക്കെ ഇട്ട് നമ്മൾ ഫുള്ള് കുമ്മായൊക്കെ ഇട്ടിന് കേട്ടോ. കംപ്ലീറ്റ് കുമ്മായിട്ടിന്. ചെറിയ പണിയാന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ അത് നമ്മൾ വൃത്തി തന്നെ എടുക്കണം, അല്ലെങ്കിൽ തന്നെ അതൊരു വലിയൊരു ഇടങ്ങാറാണിത്. അതിനെ പുരക്കാർ കാണുമ്പോൾ ഓൽക്ക് വലിയൊരു ഓല് വന്ന് ഇങ്ങോട്ട് ഒന്ന് ജഗ പുകയാക്കി പണി തീർത്ത് പോയുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും. ആ ഒരു അഭിപ്രായത്തിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കരുത്. എടുക്കണ പണി അതുള്ള വൃത്തിയിൽ അത് ഇനി 10 മിനിറ്റ് നേരം വയ്ക്കാലും വേണ്ടില്ല. അപ്പം നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇങ്ങോട്ട് ഫുള്ള് കോൺക്രീറ്റൊക്കെ ഒരു ടീം ഇവിടെ കോൺക്രീറ്റ് വരുതാ. ഇവർ 3 ആൾക്കാർ സാധനം മുകളിൽ കയറ്റിയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ പണിക്കാർ നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇവർ 2 ആൾ സാധനം ഫുള്ള് മുകളിലോട്ട് കയറ്റി 6 ചാക്കിനുള്ള ഇപ്പോൾ മിസ്സാക്കിയിട്ട് ഇനി 2 ചാക്ക് കൂടി എന്തായാലും വേണ്ടി വരും. ഒരു 8 ചാക്കിൻ്റെ പണിയുണ്ടാവും, 8-8 ചാക്കിൻ്റെ പണിയുണ്ടാവും ഗർഭടിക്ക്. അപ്പോൾ നമ്മൾ കമ്പിയൊക്കെ കെട്ടി ഇനി നമ്മൾ അടുത്ത പരിപാടി കോൺക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു കമ്പനിയും ഇവിടെ വരാണ്ട് കേട്ടോ. കമ്പനിയും കെട്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇതിന് 2 ഭാഗത്ത് നമ്മൾ ക്രാങ്ക് ചെയ്താണ്. അതിനകത്തുള്ള ഏരിയ ഉള്ളൂ. ഇതൊക്കെ ശരിക്കും ഡബിൾ നെറ്റ് കെട്ടിയാൽ മതി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രാങ്ക് പൊതുവേ എല്ലാവരും കണ്ടുപോകുന്ന വിഷയമാകുമ്പോൾ എല്ലാവരും നോക്കും, ഇവിടെ എന്താ കമ്പി വളഞ്ഞ് വരില്ല, എന്താ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ഇത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രാങ്ക് ചെയ്താണ്. ശരി 3 മീറ്റർ റൂമാണ്, ക്രാങ്ക് ചെയ്യണമെന്നാണ് അതിൻ്റെ കണക്ക്. എൻജിനീയേഴ്സ് കണക്കതാണ് 3 മീറ്റർ ആകുമ്പോൾ ക്രാങ്ക് ചെയ്യണമെന്ന്. പക്ഷേ ഡബിൾ നെറ്റ് ആകുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിനേക്കാൾ ലേസൊരു പിടുത്തം കിട്ടും ഡബിൾ ലെയർ ആകുമ്പോൾ. അപ്പോൾ ഏതായാലും നമ്മൾക്ക് 2 സൈഡും ക്രാങ്ക് ചെയ്ത് ഈ കമ്പി ലേശം ഇതിന് മുകളിൽ കയറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിൽ കോൺക്രീറ്റ് നമ്മൾ കയറ്റിയിട്ടുണ്ടല്ലോ, ഒരിക്കലും ലീക്ക് വരില്ല. അത് കറക്റ്റ് തന്നെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലീക്കാവും. അപ്പോൾ ഇതിന് മുകളിൽ ലേശം കോൺക്രീറ്റ് നമ്മൾ കൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് ലീക്ക് വരില്ല. അതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതാ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കുഴച്ചൊക്കെ മിസ്സാക്കി കഴിഞ്ഞിട്ട് ഇനി മെല്ലെ നമ്മളോട് കൊണ്ടുപോയിട്ടതാ പരിപാടിയൊക്കെ ഏകദേശം 3/4 ഭാഗം നമ്മൾ പരിപാടി കഴിഞ്ഞിന്. ഇനി ഒരു കുറഞ്ഞ ഭാഗം കൂടിയും. അപ്പോൾ നമ്മൾ 6 ചാക്ക് കോൺക്രീറ്റ് നമ്മൾ നേരത്തെ കൂട്ടിയത് കഴിഞ്ഞ് ഇനി ഒരു 2-2.5 ചാക്കിന് പണിയിലുണ്ടാവും. ഇപ്പോൾ 2 ചാക്ക് കൂടി ഒരു കുഴക്കുന്നുണ്ട്. അപ്പോൾ 6-2 8, ഇനി ഒരു അരച്ചാക്ക് കൂടിയൊക്കെ ഏകദേശം ഗർഭിനുള്ള കോൺക്രീറ്റിനും വേണം. അപ്പോൾ ഇത് നമ്മൾ കംപ്ലീറ്റ് ഗർഭ് വെച്ച് കൊടുത്തിന്, ചുറ്റും ഗർഭ് വെച്ചിന്. ഈ ഗർഭ് വെക്കാനുള്ള കാരണം ഇനി ഇതിൻ്റെ മുകളിൽ 3 വരി കല്ല് വരാണ്ട്, 3 വരി കല്ല് ഇതിൻ്റെ മുകളിൽ വരാണ്ട്. കാരണം നമ്മൾ ഇതിൻ്റെ അടിയിലൊന്നും സൺസൈഡ് കൊടുത്തില്ല, നേരെ തൂക്കിനാണ് നമ്മളിത് പലകടിച്ചത്. എവിടെയും ചാട്ടം കൊടുത്തില്ല, പ്രൊജക്ഷൻ എങ്ങോട്ടും കൊടുത്തില്ല. അത് കൊടുക്കാതെ എന്താ ഇത് 3 വരി കല്ലൂടി പടവ് ചെയ്തിട്ട് അതിനൊരു കള്ള സൺസൈഡ് അടിക്കാണ്ട് അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഗർഭ് ചെയ്തത്. ഈ ഗർഭ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് മെച്ചങ്ങളുണ്ട്.
കാരണം ഈ വെള്ളം കല്ല് കുടിക്കില്ല, ഇതിന് മുകളിലുള്ള വെള്ളമൊന്നും ഒക്കെ നേരെ ബാക്കോട്ടേക്ക് പോകുന്നുള്ളൂ. കറക്റ്റ് നമ്മൾ ബാക്കോട്ടേക്ക് 2 ഇഞ്ചോളം സ്ലോപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഗർഭമൊക്കെ അടിച്ചത്. അപ്പോൾ ഏറ്റവും പറ്റുന്ന ഇതിൻ്റെ കൂടുതൽ തന്നെ മുകളിൽ കല്ല് വെക്കാനുള്ളതിനോട് കല്ല് ശരിക്കും ഗർഭം വെച്ചില്ലെങ്കിൽ നനഞ്ഞിങ്ങാട്ടി വെള്ളം അടിയിലോട്ടൊക്കെ ഒന്നും എടുക്കില്ല. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഗർഭം വെക്കുന്നത് വൃത്തിയാണ്. പ്രത്യേകിച്ചും ഈ അഫ്റ്ററിൻ്റെ മുകളായതിനോട് അത് ഗർഭം വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ പ്രശ്നമുണ്ട്. അത് കല്ല് പടവ് ചെയ്യുന്ന സമയത്ത് 3 ഇഞ്ച് കല്ല് ഉള്ളോട്ട് വലിച്ചിട്ടാണ് പടവ് ചെയ്യാനുള്ളത്. ഒരു കട്ടിങ് വരും അവിടെ. അങ്ങനെയൊക്കെ അതിൻ്റെ കഥകൾ. ഇവർ 3 നമ്മൾ ഇന്നത്തെ പുലിക്കുട്ടികൾ ഇവരാണ്. ഇവർ 3 സാധനം കംപ്ലീറ്റ് മുകളിൽ കയറ്റി നമ്മൾ തന്നെ വീഡിയോ പിടിക്കാനൊക്കെ അതിനൊരാൾ ഇല്ലെന്ന് എക്സ്ട്രാ. അപ്പോൾ നമ്മളെ പണിയിപ്പോൾ വീഡിയോ പിടിക്കുക, വില കൂടെ ഏലാമ്പേ ഇല്ല. അങ്ങനെയാണ് അതിൻ്റെ കഥകൾ. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ ഏകദേശം നമ്മൾ സമയമാകുമ്പോൾ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് ഒരതി വൃത്തിയാക്കിയാണ്. ഇത് ശരിക്കും ഒന്ന് വെള്ളം വലിഞ്ഞിട്ട് ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ ഒരതണം. ഒന്നുകൂടി ഇതിൻ്റെ മുകളിൽ ഒരതി കഴിഞ്ഞിട്ട് നല്ല റഫായിട്ട് നല്ലൊരു വൃത്തിയായി നിൽക്കും. ഇത് കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ നമ്മൾ കംപ്ലീറ്റ് കോൺക്രീറ്റ് ഇട്ട് കൊടുത്താൽ ഇവിടെ ഒരു 3 ഇഞ്ചോളം കോൺക്രീറ്റ് സ്ലാബിൻ്റെ മുകളിൽ കയറി 3 ഇഞ്ചോ 2 ഇഞ്ചോളം. അതെന്തോ വെച്ചിട്ടുണ്ടെങ്കിൽ ലീക്ക് വരില്ലെങ്കിൽ ഇതിപ്പോൾ ആകുമ്പോൾ ഇനി ഒരു പേടിക്കാൻ ഇനി ഒരു ലീക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ വെള്ളം വന്ന് നേരെ ഇതിൽ ബാക്കിലുള്ളിൽ അങ്ങനെ വെള്ളം അവിടെ പോയിക്കോളും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ. ഇത് നേരെ ഇപ്പം തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തതായത് കൊണ്ടാണ് വലിയ ക്ലിയർ കിട്ടാത്തത്. അപ്പോൾ ഇത് ശരിക്കും ഒന്ന് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിഞ്ഞിങ്ങാട്ട് ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് വരുതി കഴിഞ്ഞാൽ ഉള്ള വൃത്തിയാവും. അല്ലെങ്കിൽ ഇത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം ഈ ഗ്രൗട്ട് താഴോട്ടേക്ക് ഊറിക്കഴിഞ്ഞാൽ കല്ല് ചെറുങ്ങനെ ഇളിച്ചായിട്ട് മുകളിൽ ചെറിയ വൃത്തികേടായിട്ടുണ്ടാവും. കണ്ടോ ഈ ഒരു ഏരിയ കണ്ടോ, ഇത് നമ്മൾ ഫസ്റ്റ് കോൺക്രീറ്റ് അതുകൊണ്ടാണ് ഈ ഏരിയ നല്ലൊരു വൃത്തി കിട്ടുന്നത്. ഈ ലാസ്റ്റ് ഈ ഒരു ഭാഗം ഇപ്പം തന്നെ കോൺക്രീറ്റ് ഇപ്പം തന്നെ അതിൻ്റെ മുകളിൽ ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്ത് അത് അത്ര ഒരു കണ്ടീഷൻ കിട്ടാത്തത്. അത് ശരിക്കും ഒന്നുകൂടി വരുത്തിയാലുള്ള മിയാമിയായി. അപ്പോൾ നമ്മൾ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈറ്റൊക്കെ ഫുള്ള് കഴുകി വൃത്തിയാക്കി അടിച്ച് പൊളിയാക്കിയിട്ട് കൈ കൊടുത്തിട്ടുണ്ട് മലയാളിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ ഒരു രൂപം. ഈ മുകളിലുള്ള ഇതാണ് നമ്മൾ അടിച്ച് കോൺക്രീറ്റ് ചെയ്തത്. ഇനി അതിൻ്റെ മുകളിൽ 3 പേര് പടവ് വന്നിങ്ങാട്ട് ഒരു സൺസൈഡ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഒരുപാട് കട്ടിങ്ങുള്ള നല്ലൊരു വീടായിട്ട് ഇവിടെ നിന്ന് പുറത്ത് നോക്കുന്ന സമയത്ത് നല്ല ഹൈറ്റ് തോന്നിക്കും വീടിന്. പക്ഷേ റൂമിനുള്ളിൽ കയറുന്ന സമയത്തോ ഹൈറ്റ് കുറവായിരിക്കും. അതാണ് ഇപ്പോഴത്തെ മോഡൽ പരിപാടി. ഒരു കള്ളപ്പരിപാടിയാണത്. അടി നോക്കുന്ന സമയത്ത് നല്ല ഹൈറ്റുള്ള മാതിരി തോന്നിക്കും. പക്ഷേ മുകളിൽ പോകുമ്പോൾ റൂം വലിയ ഹൈറ്റ് ഉണ്ടാവില്ല. അതിൻ്റെ സൺസൈഡ് മാത്രമേ എന്തുണ്ടാവുള്ളൂ, പൊന്തിച്ച് നമ്മൾ അടിക്കുള്ളൂ. അപ്പോൾ മാഷാ അല്ലാ നമ്മളെ പരിപാടി ഏകദേശം അൽഹംദുലില്ലാ യാതൊരു ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ ഇന്നും നമ്മളെ പരിപാടിയായിട്ട് കഴിച്ച് ഏകദേശം 3:10 ആകുമ്പോഴത്തേനും ഇന്നത്തെ പണിയും കഴിഞ്ഞ്. ഇത് സാധനം മുകളിലോട് കയറ്റി ഉണ്ടാക്കാൻ ലേസം റിസ്ക് ആയി പോയി. 8.5 ചാക്കോളം സാധനം മുകളിലോട് കയറ്റി ഉണ്ടാക്കി ലേസം കഴിഞ്ഞിന് പഠിക്കാർ. കുഴപ്പമില്ല, രാവിലെ തന്നെ ഒരു സാധനം കയറ്റാനുള്ള സമയം കിട്ടീനി. നമ്മളിത് അടിച്ചിരിക്കുന്ന സമയത്ത് ഒരു സാധനങ്ങളെല്ലാം മുകളിലോട്ട് കയറ്റിന്. അതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല. അവർക്ക് റെസ്റ്റും കിട്ടിയിരുന്നു. പിന്നെ കണ്ടമാനം ആൾ വന്നിരിക്കാറില്ല. കണ്ടമാനം ആളാകുമ്പോൾ തിരിഞ്ഞ് കളിച്ചാളും. ഓക്കെ, അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ്.